പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ഒന്നാം വായനയിൽ നാം കാണുന്നത് കർത്താവ് എപ്രകാരം നമ്മെ സ്വന്തം ജനമായി മഹത്വപ്പെടുത്തി എന്നുള്ളതാണ്. നമ്മുടെ ശത്രുക്കളെ അവിടുന്ന് നശിപ്പിച്ചു. നാം എപ്പോഴും ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാം. ഏക മനസ്സായി ദൈവത്തിന് ദൈവിക നിയമമനുസരിച്ച് ജീവിച്ച് ദൈവത്തെ സന്തോഷിപ്പിക്കാം. നമ്മുടെ പൂർവികരെ ഓർത്തുകൊണ്ടും ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ രണ്ടാം വായനയിലൂടെ ദൈവം നമ്മുടെ വിശ്വാസം ആഴപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാത്തിനോട് ദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടലോരത്തെ സംഖ്യാതീതമായ മണൽത്തരികൾ പോലെയും അദ്ദേഹത്തിന് മക്കളെ നൽകുമെന്ന് അദ്ദേഹം വിശ്വസിച്ച് അത്ഭുതങ്ങൾ കണ്ടു. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൽ വിശ്വസിച്ച് ദൈവം കൽപ്പിച്ചിട്ടുള്ളതുപോലെ ജീവിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ അത്ഭുതം നമ്മുടെ ദുഃഖങ്ങളിലും രോഗങ്ങളിലും കടബാധ്യതകളിലും ആവശ്യങ്ങളിലും നാം ദർശിക്കും. ജീവനുള്ള ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ട. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മെ ഉണർത്തുന്നത് നാം ഭയപ്പെടേണ്ട എന്നും പിതാവ് നമ്മൾക്ക് രാജ്യം നൽകുമെന്നും അവിടുന്ന് നമ്മെ സാന്ത്വനപ്പെടുത്തുന്നു. നാം നമ്മുടെ നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വെക്കാം. നമ്മുടെ നിക്ഷേപം എവിടെയോ അവിടെ നമ്മുടെ ഹൃദയവും ആയിരിക്കുമെന്ന് അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ ലോകമോഹങ്ങളിൽ മുഴുകി ജീവിക്കാതെ സ്വർഗത്തിലെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് ചെയ്യാം. സ്വാർത്ഥതകൾ വെടിഞ്ഞ് ദൈവത്തെയും അവരിനെയും സേവിച്ച് ജീവിക്കാം. അങ്ങനെ അനേകം ആത്മാക്കളെ സ്വർഗത്തിനു വേണ്ടി നമ്മുടെ മാതൃക നിറഞ്ഞ ജീവിതം വഴി നേടിയെടുക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.